സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏറ്റുവാങ്ങി. മന്ത്രി ജി.ആർ. അനിൽ, എം.എൽ.എമാരായ ആന്റണി രാജു, ജി. സ്റ്റീഫൻ, വി. ജോയ്, വി. കെ. പ്രശാന്ത്, ഐ.ബി. സതീഷ്, മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ പി. കെ. രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി. സുരേഷ് കുമാർ, വിദ്യാഭ്യാസ ഡയറക്ടർ എസ്. ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇന്നലെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി വൈകുന്നേരം 7 മണിയോടെ നിയമസഭയ്ക്ക് മുന്നിലെത്തി. PMG ജംഗ്ഷനിൽ നിന്നും വിദ്യാർത്ഥികളുടെ വിവിധ കായിക രൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിക്കുകയായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളുമായി 1000-ഓളം പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. 117 പവൻ സ്വർണം ഉപയോഗിച്ചാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലോത്സവത്തിനുള്ള സ്വർണ്ണക്കപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. ഉച്ചയ്ക്ക് കൊല്ലത്ത് ആവേശോജ്വലമായ വരവേൽപ്പാണ് സ്വർണ്ണക്കപ്പിന് നൽകിയത്. നേരത്തെ കൊല്ലം ജില്ലാ അതിർത്തിയായ ചടയമംഗലത്തെത്തിയ കപ്പിൽ മന്ത്രി ജെ. ചിഞ്ചുറാണി പുഷ്പഹാരം അണിയിച്ചു. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന റവന്യൂ ജില്ലയ്ക്കാണ് സ്വർണ്ണക്കപ്പ് നൽകുക. എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനീയ മന്ത്രി ആ ട്രോഫി ഏറ്റുവാങ്ങുന്നതാണ്. കലോത്സവത്തിന്റെ കേരളത്തിന്റെ 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുവാൻ പോവുകയാണ്. നമുക്കറിയാം, അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണക്കപ്പ് നേടിയെടുത്ത കണ്ണൂർ ജില്ലയിൽ നിന്നും ആ സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിച്ച് ഇന്ന് ചടയമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്.